സ്വാഭാവികമായിട്ടും അത് കോടതിയിലൊരു കേസും നിൽക്കുന്നുണ്ട്. പബ്ലിക് ഡൊമൈനിലേക്ക് ആ റിപ്പോർട്ട് വന്നിട്ടുണ്ടാവില്ലേ? സ്വാഭാവികമായിട്ടും അത് എടുക്കുക വളരെ എളുപ്പമല്ലേ? അല്ല, എനിക്ക് മനസ്സിലായില്ല. ഹൈക്കോടതി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് അടക്കം ഈ കേസ് പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയുടെ മുന്നിൽ റിപ്പോർട്ടില്ലേ? പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ. അല്ല, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ നിങ്ങൾ പത്രക്കാർക്ക് പോലും അറിയാത്ത കാര്യമാണ്. എനിക്ക് തന്നെ അറിയാൻ പറ്റും. ഞാനിതിൻ്റെ റിപ്പോർട്ട് സംബന്ധിച്ച് എനിക്ക് യാതൊരു വിവരമില്ല. ഇത് പബ്ലിക് ഡൊമൈൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ ഇത് പബ്ലിഷ് ചെയ്യപ്പെട്ടതായിട്ട് എനിക്കറിയില്ല. ഇത്രയും വിവാദപരമായൊരു വിഷയം. ഇപ്പോൾ ഇന്നലെ 2 ദിവസം മുമ്പ് അൻവർ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം വീണ്ടും പറയുന്നു. അത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുവരെ കമ എന്നൊരു അക്ഷരം മിണ്ടാതെ ഈ റിപ്പോർട്ടിനെ പറ്റിയോ പോലീസിൻ്റെ അട്രോസിറ്റിയെ പറ്റിയൊക്കെ തന്നെ വലിയ ഘോരഘോരം പ്രസംഗിച്ച BJP നേതാക്കന്മാർ ഇതുവരെ ഒരു അക്ഷരം മിണ്ടാതെ ഇപ്പോൾ വീണ്ടും ഇടതുപക്ഷ മുന്നണിക്കെതിരെ ഈ ഫോർമുലയാണ് നടപ്പാക്കിയത്. പൂരം കലക്കിയത് ഇടതുപക്ഷക്കാരാണെന്ന് പറയുക, അതിൻ്റെ ബെനിഫിറ്റ് എടുക്കുക. ഇതായിരുന്നല്ലോ സിമ്പിളായിട്ടുള്ള പരിപാടി. ആ പരിപാടി നടത്തി ഞങ്ങളാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുക. ആ പ്രചരണ പരിപാടി നാട്ടിൽ ജനങ്ങൾ വിശ്വസിക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സത്യമായിട്ട് വെളിച്ചത്ത് വരട്ടെ. ആരാണ് ഈ പൂരത്തിൻ്റെ പരിപാടികൾ അലങ്കോലപ്പെടുത്തിയതെങ്കിൽ ആ അലങ്കോലപ്പെടുത്തിയതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നാൽ മതിയാവും. ഇതിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ആവശ്യം മാധ്യമങ്ങളിലൂടെ പറഞ്ഞതല്ലാതെ ഞാൻ ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് അദ്ദേഹത്തിന് മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രൈവറ്റ് സെക്രട്ടറിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. അതിന് മറുപടി ഒന്നും കിട്ടിയില്ല. അത് മന്ത്രിയോട് ചോദിക്കണം നിങ്ങൾ. അല്ല, അത് ചോദിക്കണം, സ്വാഭാവികമായിട്ട് ചോദിക്കില്ല, സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനൊരു കാര്യം ഉന്നയിക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും കൂടി ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നതല്ല. ഇപ്പം ഞാൻ വേറെ ആയിട്ട് പറയുന്നല്ലോ. ഈ അജിത് കുമാർ ഈ RSSന്റെ ഒരു മുതിർന്ന നേതാവുമായിട്ട് തൃശ്ശൂരിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തി എന്ന് VD സതീശൻ ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ അല്ല, ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഇത്തരം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ADGPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പല വിവാദങ്ങളും രാഷ്ട്രീയമായ സംവാദങ്ങളും വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോയി മറുപടി പറയാൻ എനിക്കിപ്പോൾ സാധ്യമല്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇതിനെ സംബന്ധിച്ച് അഭിപ്രായങ്ങളില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ പ്രാപ്തനല്ലാത്തതുകൊണ്ടൊന്നുമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ ഒരു ആളെന്ന നിലയിൽ അതിൻ്റേതായിട്ടുള്ള ചില നടപടിക്രമങ്ങളും ഞങ്ങളുടേതായ ചില രീതികളുണ്ട്. ആ രീതിക്കനുസരിച്ചല്ലാതെ അത്തരം കാര്യങ്ങളിൽ വിവാദപരമായ കാര്യങ്ങളിൽ നമ്മൾ മറുപടി പറയുന്നത് അനുയോജ്യമല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നോട് ഇത്തരം ചോദ്യങ്ങൾ 2002 ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായിട്ടാണ് ഈ പൂരം കലങ്ങിയത്. അതിപ്പോ ഞാൻ ഈ കേരളത്തിലെ രാഷ്ട്രീയ CPIനെ പറ്റി തൃശ്ശൂരാണെങ്കിലും പാലക്കാടാണെങ്കിലും ഒരുപോലെ തന്നെയല്ലേ. ഞാനിപ്പോൾ തൃശ്ശൂർക്കാരനായതുകൊണ്ട് തൃശ്ശൂരത്തെ എല്ലാ കാര്യത്തിലും മറുപടി ഞാൻ പറയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഈ കാര്യം പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഇപ്പോൾ വിവാദപരമായി നിൽക്കുന്ന പ്രശ്നങ്ങളിൽ എന്നെ വലിച്ചയക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. ഞാനിത് പറയാത്ത എന്തുകൊണ്ട്